അസാധുവാക്കൽ വന്നു. 1000-ന്റെയും 500-ന്റെയൊക്കെ നോട്ടുകൾ പിൻവലിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ക്യാഷ്ലെസ് ആയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് പലരും നേരിടുന്ന ഒരു പ്രശ്നം. ഞാൻ ഈ കടയിൽ നിന്ന് കുറച്ച് കപ്പയും മീനും കഴിക്കാൻ പോവാണ്. പേയ്മെന്റ് എങ്ങനെ നടത്തുന്നത് കണ്ടറിയണം. ചേട്ടാ, നല്ല തിരക്കാന്ന് തോന്നുന്നു അല്ലേ? കപ്പയും മീനും ഉണ്ട് ചേട്ടാ. എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, പൈസ ആയിട്ട് എടുക്കാനില്ല. എന്തൊക്കെയാ ഇവിടെ? ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പേടിഎം ഉണ്ട്. കാർഡും പേടിഎം അക്സെപ്റ്റ് ചെയ്യും. ഈ ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചേട്ടാ, 120 രൂപ ഞാൻ പേടിഎം വഴി തരാം. ക്യാഷ്ലെസ് ആകുമ്പോൾ ഇത്രമാത്രം ആശങ്കയ്ക്കൊന്നും കാര്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വളരെ ചെറിയൊരു കടയിൽ വളരെ ലളിതമായിട്ട് പേയ്മെന്റ് നടത്താൻ പറ്റും. പേടിഎം ഉള്ളത് കൊണ്ട് എവിടെ പോയാലും നമുക്ക് സർവീസ് കിട്ടുന്നുണ്ട്. വളരെ നല്ല സർവീസാണ്. ക്യാഷ് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല, കാർഡ് പോലും വേണ്ട. ജസ്റ്റ് മൊബൈൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ക്യാഷ്ലെസ് ആവുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം സാധാരണക്കാരെ എവിടെ വന്ന് കഴിക്കുന്നത്? ചെറിയ ആളുകളും വലിയ ആളുകളും എല്ലാം വന്ന് കഴിക്കാറുണ്ട്. അവർക്കെല്ലാം പറഞ്ഞാൽ ഇപ്പം ഇത് വളരെ എളുപ്പമുള്ള സംഭവമാണ്. പൈസ ഇല്ലേലും ഭക്ഷണം കഴിക്കാൻ വളരെ സൗകര്യമാണ്, നല്ലതാണെന്ന് അവരുടെ അഭിപ്രായം മുഴുവൻ. ഞങ്ങൾക്ക് എളുപ്പമുണ്ട് പെട്ടെന്ന് പരിപാടി തീർക്കാനായിട്ട്. ആരെയും വന്നു കഴിഞ്ഞാലും കാശ് ബാക്കി കൊടുക്കണ്ട, ഇത് ഒന്ന് വരച്ച് പെട്ടെന്ന് പരിപാടി തീർന്ന്. നവംബർ 8-ന് പണമിടപാടുകൾ